പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വസിക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഡെയിലി ബ്രെഡ് ഒത്തിരി പേരിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പുണ്യം. പിന്നെ ചെറിയ വചനങ്ങൾ ഉടമ്പടി അധിഷ്ഠിതമായിട്ട് കേൾക്കുന്നു എന്നുള്ളതാണ്. ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ കുറേ സംശയങ്ങൾ നമുക്കുണ്ടാവും. ഉടമ്പടി ജീവിച്ചു പോകുമ്പോഴേ പലർക്കും പലതരം സംശയങ്ങളായിരിക്കും. അപ്പോൾ അതിലൂടെ അതൊക്കെ കർത്താവ് എനിക്ക് ക്ലാരിഫൈ ചെയ്ത് തരും. ഞാൻ നിങ്ങളോട് അതാത് ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ കിട്ടും ഉടമ്പടി മുന്നോട്ട് പോകാൻ വേണ്ടി. ഇപ്പം ഞാനിത് പറയാൻ കാര്യം അറിയാമോ? അതായത് പണ്ട് ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഒരു തിരുത്തൽ കിട്ടിയാൽ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പണ്ട് നമ്മുടെ ഞാൻ കടലോര കൺവെൻഷനൊക്കെ നടത്തുന്ന കാലത്ത് കടലിൽ കൺവെൻഷൻ നടത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പം അതിന് ആ കടലിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കരയിലേക്ക് ഞാൻ വള്ളത്തിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയായാലും ഒരു 10,000-50,000 പേര് ആദ്യ ദിവസം കാണും. പിന്നെ അത് കൂടി 2 ലക്ഷമൊക്കെ ആവും ഓരോ ദിവസം കഴിയുമ്പോൾ. പക്ഷേ ഞാനിതിനെ വളരെ കഷ്ടപ്പെട്ടൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കർത്താവിൻ്റെ അരളിക്കായും, അരളിക്കായുടെ ഷെയ്ഡാണ്. കണ്ട അരളിക്കാണെന്ന് പറയും, പക്ഷേ അരളിക്ക നേരിട്ട് കാണിക്കത്തില്ല. പക്ഷേ അതേസമയത്ത് അവിടെ എൻ്റെ ഒരു പടം കാണിക്കുമായിരുന്നു. എന്നിട്ട് കടലോര കൃപാവരെ നയിക്കുന്നത് ഫാദർ ജോസഫ് വലിയ വീട്ടിലൊക്കെ പറഞ്ഞ ബോർഡ് എന്നിട്ട് നമ്മുടെ ഈ പ്രേക്ഷിതർ കൊണ്ടുപോയി ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെക്കും. ഇവിടെ നാട്ടിലെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെക്കും. ഒരു ദിവസം അന്നത്തെ ആലപ്പുഴ ബിഷപ്പേ പീറ്റർ പിതാവാണ്. എങ്ങനെയോ ഇത് വഴിയെ പോകുമ്പോൾ ഇത് കണ്ട ഉടനെ പിറ്റേ ദിവസം എന്നെ വിളിപ്പിച്ച്. പുള്ളി അങ്ങനെ ആവശ്യമില്ലാത്ത വിഷയങ്ങളൊന്നും അമിതമായിട്ട് ഇടപെടുന്ന ആളല്ല. വളരെ ഗ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇടപെടണത്. അപ്പം ഇത് എന്നെ വിളിപ്പിച്ച് ചോദിക്കണേ, നിങ്ങളെ തന്നെ കച്ചവടം ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്കന്ന് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതായത് നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യണം. അതുപോലെയാണ് ബിഷപ്പിനത് തോന്നിയത്. ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പബ്ലിക്കിന് വേണ്ടിയല്ലേ ഇത് ചെയ്യണത്. അപ്പോൾ പബ്ലിക് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും മോശമായിട്ടല്ല എൻ്റെ ഇഫക്റ്റ് വരണത്. ഞാനത് റെക്ടിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ് പിതാവിൻ്റെക്ക് എന്ന് പറഞ്ഞു പോന്നു. കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാനത് കറക്റ്റ് ചെയ്യുകയും ചെയ്തു. ആ പോസ്റ്ററിന് ഇറക്കില്ല. അതല്ല അതിൻ്റെ വിഷയം വരണതേ. നമ്മളുടെ ഈ ഉടമ്പടിയുടെ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ കേരളത്തിൽ 100-100 ആതുരാലയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആതുരാലയങ്ങൾക്കെല്ലാം ഇപ്പോൾ കുശാല. എന്താ കാര്യം? അവരുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആതുരാലയത്തിൽ ചെന്ന് പാത്രം കഴുകുകയും രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. പല ആതുരാലയങ്ങളും എന്നോട് അങ്ങനെ പറഞ്ഞിട്ട്, അച്ഛാ ഉടമ്പടിക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ സഹായിച്ചത്. അപ്പോൾ അത് വലിയ കാര്യമാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണത്. പക്ഷേ ആ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യമുണ്ട്. എന്താ ചോദ്യം? അത് ഐസയ 6 ആ ഐസയായോട് കർത്താവ് ചോദിക്കുന്നുണ്ട് അല്ലേ? ഒരു സ്വർഗീയമായ കാഴ്ച. കെറൂബുകൾ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ അവരുടെ ചിറകുകളിങ്ങനെ ഒലയുമ്പോൾ പെരുവെള്ളം ഇരയുന്ന പോലെ തോന്നുന്നു. ഭയങ്കര സുഗന്ധാഭിഷേകത്തിൻ്റെ ഒരു ധൂമ്ര പുക മേഘങ്ങൾ നിറയുന്നു. അതിൽ സ്വർണാങ്കിതനായി ആരൂഢനായി സിംഹാസനസ്ഥനായിരിക്കുന്ന ദേവപിതാവിൻ്റെ തിരുസന്നിധാനം ഇങ്ങനെ ഐസയ കണ്ട് പരിഭ്രമിച്ചു, പേടിച്ചു, സങ്കടപ്പെട്ടു വീണു. ഞാൻ പാപിയാണ്, പാപികളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളാണ്, എനിക്ക് കാഴ്ച പോലും താങ്ങാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അവനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അൽത്താരയിൽ എരിയുന്ന
കുന്തിരിക്ക കലശത്തിൽ നിന്ന് കുടലി കൊണ്ടൊരു മലാഖ വന്ന് കനലെടുത്ത് ഇവൻ്റെ നാവിൽ വെച്ചു. നാവിൽ വെച്ചിട്ട് പറഞ്ഞു, നീ ശുദ്ധിയുള്ളവനായിരിക്കുക എന്ന് പറയും. മലാഖ ഒന്നും പറഞ്ഞില്ല, അതാണ് എൻ്റെ അർത്ഥം, നീ ശുദ്ധിയുള്ളവനായിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ അവിശ്വസ്തത ഓർത്തുകൊണ്ട്, അശുദ്ധത ഓർത്തുകൊണ്ട് അമിതമായിട്ട് നിങ്ങൾ ആശങ്കപ്പെടരുത്. അപ്പോൾ കർത്താവ് പറഞ്ഞത് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട്. ആശങ്കയല്ല വേണ്ടത്. ദൈവത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് നീ വിശുദ്ധനാകാൻ നിനക്ക് പറ്റും എന്നുള്ള ആത്മവിശ്വാസമാണ് വേണ്ടത്. ആശങ്കയല്ല വേണ്ടത്, ആത്മവിശ്വാസമാണ് വേണ്ടത്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ, കനലെ കൊണ്ടുവന്നിരിക്കുന്നത് കനലല്ല, വചനമാണെന്നല്ല എൻ്റെ അർത്ഥം. വചനത്തിൻ്റെ കനൽ രൂപമാണ് ഈശോ യെശയ്യായുടെ നാവിൽ തുറന്നത്. പക്ഷേ ഈശോൻ്റെ കാലം വന്നപ്പോൾ പറഞ്ഞത് അത് വചനമല്ല, കനലല്ല, വചനമാണ്. വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് പൊള്ളും, നാവിൽ മാത്രമല്ല. വചനം സത്യസന്ധമായിട്ട് വചനം സ്വീകരിച്ചാൽ നമുക്ക് പൊള്ളും. കാര്യം എന്താ, നമുക്ക് നഷ്ടമല്ലേ വരത്തുള്ളൂ, ലാഭം വരുക. വചനം കനലാണെന്ന് പറയാൻ കാര്യം, സത്യസന്ധമായ വചനം സ്വീകരിച്ചാൽ നമുക്ക് പൊള്ളും. ഉടമ്പടി നമുക്ക് പൊള്ളും ശരിക്കും. എന്തുകൊണ്ടാണ്? അത് നമ്മൾ കർത്താവിൻ്റെ വചനം നടപ്പിൽ വരുത്തുക, അവൻ പറയണ പോലെ ചെയ്യാൻ. അപ്പം അവിടെ വരുന്നൊരു വിഷയം, ആരെനിക്ക് വേണ്ടി പോകുന്നല്ലേ, നിങ്ങൾ പോകുന്നുണ്ടേ. ആതുരാലയങ്ങളിൽ പോകുന്നു, അനാഥാലയങ്ങളിൽ പോകുന്നു, ആശുപത്രികളിൽ പോകുന്നു, അതുപോലെ തന്നെ ചിലർ പാലിയേറ്റീവ് കെയറിൽ പോകുന്നു. ഇന്നാളൊരു സഹോദരി പറഞ്ഞു, ഞാൻ പാലിയേറ്റീവ് കെയറിലാണ്, എപ്പോൾ അവിടുത്തെ രോഗികളെ കുളിപ്പിക്കാൻ പോകുന്നു. പാലിയേറ്റീവ് കെയറിലെ അവസ്ഥ അറിയാമല്ലോ, ആരും പറയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മളത് വലിയൊരു കാര്യമായിട്ട് ചെയ്ത് സന്തോഷിക്കും. പക്ഷേ അതിൻ്റെ ബേസിക് എന്താണ് ശരിക്കും പറഞ്ഞാൽ? ആർക്ക് വേണ്ടിയാണ് ഈ പാലിയേറ്റീവ് കെയറിൽ പോണത്? ആർക്ക് വേണ്ടിയാണ് ആതുരാലയത്തിൽ പോണത്? ആർക്ക് വേണ്ടിയാണ് കാരുണ്യഭവനങ്ങളിൽ പോണത്? എല്ലാം നമുക്ക് വേണ്ടിയല്ലേ. നമ്മുടെ വിസ പ്രോസസ് ചെയ്യാൻ, നമ്മുടെ PR കിട്ടാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ ജപ്തി മാറാൻ. ഇത് ഒരു ഉടമ്പടി ബന്ധത്തെ ദൈവം ഉദ്ദേശിക്കുന്നില്ല. എന്താ കാര്യം? ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ളതാണ്, അല്ലാതെ നമുക്ക് വേണ്ടി പോകുന്നതല്ല. നമ്മൾ പോണ പല കാരുണ്യ പ്രവൃത്തിയും നമുക്ക് വേണ്ടി പോവുകയാണ് നമ്മൾ. അതാണ് ഉടമ്പടിയിൽ നല്ലവണ്ണം പ്രവർത്തികൾ ചെയ്യുന്നവരും അതിൻ്റെ സ്വിച്ചിങ് കറക്റ്റല്ലാത്ത കാരണം അവർ പവറാകുന്നില്ല. കാര്യം എന്താ കാര്യം? അവരാ ചെയ്യണ കാര്യം അവരുടെ കാര്യങ്ങളുടെ ഇൻറ്റൻഷന് വേണ്ടിയാണ് ചെയ്യണത്. അങ്ങനെ ഉടമ്പടിയിലുള്ള ഒരാളിനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി ദൈവമായിട്ടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആ വചനം എടുത്ത് ആരെനിക്ക് വേണ്ടി പോകുന്നുള്ളത്. യെശയ്യാ 6:8. യെശയ്യാ 6:8. അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കേണ്ടത്? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ എന്നെ അയച്ചാലും. കർത്താവിനോട് ഇതാ ഞാൻ എന്നെ അയച്ചാലും, ഞാൻ എൻ്റെ വിസ പ്രോസസ് ചെയ്യാനോ എൻ്റെ മകളുടെ എൻ്റെ കല്യാണം വെക്കാനോ വേണ്ടിയല്ല. അത് അവിടെ ഒരു വശമാണത്. അത് ഞാൻ നിന്നെ ഏൽപ്പിച്ചു ഓൾറെഡി. ഞാൻ ചെയ്യണ കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധമില്ല. അത് ഞാൻ ചെയ്യണ കാര്യം എന്താണ്? നിനക്ക് വേണ്ടി ഞാൻ പോവുകയാണ്. നിന്നെക്കുറിച്ചുള്ള ഓർമ്മയും നിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വരാൻ വേണ്ടിയുള്ള ആഗ്രഹവും നിൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പോവുകയാണ്. ആ ഒരു ഫോർമാറ്റിലേക്ക് ഇത് റീചേഞ്ച് ചെയ്ത് വരണം. പാളം തെറ്റി കിടക്കുന്ന ഉടമ്പടികൾ പാളത്തെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. ആരെനിക്ക് വേണ്ടി പോകും, ഞാൻ കർത്താവിന് വേണ്ടി പോകുന്നൊരു വ്യക്തിയാണെന്ന് ഈ പത്രം കൊടുക്കാൻ പോകുമ്പോഴും, മറ്റുള്ളവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോഴും, മറ്റുള്ളവർക്ക് വേണ്ടി അതിരാലയങ്ങളിൽ പോകുമ്പോഴും ഓർക്കുക, ഇത് നിനക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഐ ലവ് യു ജീസസ്, ഐ ലവ് യു മദർ മേരി ആൻഡ് ഐ ലവ് യു ജോസഫ് അച്ഛ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതിൻ്റെ എനിക്ക് അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പം ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ടു അവർ ഡിയർ ജോസഫ് അച്ഛ.
എൻ്റെ പേര് ഗോപു കിരൺ. ഞാൻ വരുന്നത് നങ്കാറുളങ്ങര, ആലപ്പുഴ നിന്നാണ്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. എന്നുവെച്ചാൽ ഈ ലോകത്തിലൊരു ഹാപ്പി പ്ലേസ് വിച്ച് ഐ ക്യാൻ കം ആൻഡ് യുനോ ബി കംപ്ലീറ്റ്ലി ഹാപ്പി എന്ന് പറഞ്ഞാൽ അത് ഈ സ്ഥലമാണ്, കൃപാസനം. എന്നുവെച്ചാൽ എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം വിഷമിച്ച് ഡിപ്രസ്സായിരിക്കുന്ന സമയത്താണ് ഇവിടെ വന്നത്. അവിടുന്ന് ഞാൻ എങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നതെന്ന് വെച്ചാൽ അത് കുറേ മിറക്കിൾസാണ് സംഭവിച്ചത്. ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പറയുന്നത്, ഞാനിപ്പോൾ കാനഡയിലായിരുന്നു. അവിടെ എൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പാർട്ട് ടൈം ജോലി ഉണ്ടായിരുന്നു. ഞാനവിടെ ടൊയോറ്റയിൽ പോയ സമയത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ചു പോയി ജോലി ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് ചില ആരോഗ്യ പ്രശ്നം കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു 5 മാസത്തോളം ഞാൻ അവിടെ ജോലിയില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ടു. അത് വെച്ചാൽ അവിടെ ജോലിയില്ലാതെ സർവൈവ് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര പാടാണ്. അവിടുത്തെ റെൻറ്റും പിന്നെ ഗ്രോസറിയും പിന്നെ ഇവിടുത്തെ ട്യൂഷൻ ഫീസും എല്ലാം നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റി. അതെല്ലാം GSC ഉണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട് ടൈം ജോലി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനത് വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ എല്ലാ സൺഡേയിലും അവിടുത്തെ ഇംഗ്ലീഷ് ചർച്ചിൽ അവിടെ പള്ളിയിൽ പോകുമായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു സൺഡേയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് തിരിച്ച് യാദൃശ്ചികമായ ഒരു ബ്രദർ വഴിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ ചിരിച്ച് കാണിച്ചു. എന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ച്, ഞാനിങ്ങനെ ചിരിച്ച് കാണിച്ചു. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ച്, മകനെ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ടൂളുണ്ട്, ഞാനത് വെച്ച് എല്ലാം ശരിയാക്കി തരാം. അപ്പം അദ്ദേഹം ഒരാളോട് പറഞ്ഞു, ഇതിനു വേണ്ടി ഞാനൊന്നും പേ ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഫ്രീ ആണ്. ഞാൻ വിചാരിച്ച, ഞാൻ ആ സമയത്ത് എന്ത് കിട്ടിയാലും അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള സമയം. എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, അവിടെ ഡിപ്രസ്സായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ കേൾക്കാമെന്ന് വിചാരിച്ചു അദ്ദേഹം ബ്രദർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ബ്രദറിൻ്റെ കാറിൽ കയറി സംസാരിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ, എന്താണിപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നമെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ജോലിയില്ല, ജോലി വേണമെന്നാണ് പറഞ്ഞത്. ഇനി എന്തൊക്കെ ചെയ്യും എന്ന് ചോദിച്ചു. അതിന് 2ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ പറഞ്ഞു, കൂടുതൽ സ്ഥലങ്ങളിൽ പോയി അപ്ലൈ ചെയ്യും, പിന്നെ കൂടുതൽ ആൾക്കാരെ കാണും, അങ്ങനെ ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാം അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, പ്രാർത്ഥനയിൽ കൂടുതൽ നേരം മുഴുകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഒരു യാദൃശ്ചികമായിട്ട് ഒരു കോൾ വരികയാണ് ഈ ബ്രദറിൻ്റെ ഫോണിലോട്ട്. വിളിച്ച ആളുടെ പേര് എന്ന് വെച്ചാൽ മേരി എന്നാണ്. അപ്പോൾ ഞാൻ ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന്, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് യാദൃശ്ചികമായിട്ട് വന്നതല്ല, എനിക്ക് വേണ്ടി എന്തോ ഒരു മെസ്സേജ് തരാൻ വന്നതാണ്. അങ്ങനെ ഞാനത് അദ്ദേഹം പറഞ്ഞു കേട്ടു. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ ജോലി ഒരു ഡേറ്റ് വെക്കുക, എന്നിട്ട് ഇത് കിട്ടിയെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് എന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞ് അതെന്തുകൊണ്ടാവുമെന്നും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് അന്നും ഇന്നും അത് ചെയ്തു തന്നത് മാതാവ് ഈശോയാണ്. അത് ഗ്രേസ് കൊണ്ടായ എനിക്കത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വിശ്വാസം പിന്നെയും വർദ്ധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ പറഞ്ഞു,
നമ്മുടെ അടുത്ത് തന്നെ ഒരു മക്ഡൊണാൾഡ്സിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി ബ്രാഞ്ച് മാനേജറിനെ കാണാൻ പറഞ്ഞു. ബ്രാഞ്ച് മാനേജർ മാർഗ്രറ്റ്. അങ്ങനെ ഞാൻ അവിടെ പോവുകയാണ്. അവിടെ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും എല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കാണാൻ പോകുന്നത്. അങ്ങനെ ഞാൻ അത് എല്ലാം റെഡിയായി. ആദ്യ ദിവസം പോയപ്പോൾ കാണാൻ പറ്റിയില്ല. അടുത്ത ദിവസം പോയി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാർഗ്രറ്റ് വന്നപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക, മാതാവ് ഇങ്ങനെ നേരിട്ട് മുമ്പിൽ വരുന്ന പോലെ എനിക്ക് ഒരു ഫീൽ തരാം. അതെന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് ഫ്രണ്ട്ലി ആണെന്ന് വെച്ചാൽ അപ്പം തന്നെ എൻ്റെ പകുതി വിഷമം അങ്ങ് പോയി. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ജോലി ആവശ്യമാണ്. അപ്പം പറഞ്ഞ ഇപ്പം ജോലിയില്ല, പക്ഷേ ഉടനെ ഞങ്ങൾ ഹയർ ചെയ്യാം, അപ്പം അറിയിക്കാമെന്ന് പറഞ്ഞു. അത് ഓൺലൈൻ വഴിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞ് ഒരു 1 മന്ത് വെയിറ്റ് ചെയ്തു. 1 മന്ത് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിപ്പോൾ റീസെൻ്റ്ലി നോക്കിയാണ് ടെക്സ്റ്റ് മെസ്സേജ്. ഒക്ടോബർ 7-ാം തീയതി എനിക്ക് അവിടെ നിന്നൊരു കോൾ വന്നു. ലിങ്ക് ഇപ്പോഴും ഞാൻ ഗോപു ജോലി നോക്കുന്നുണ്ടെങ്കിൽ അവിടെ വേക്കൻസി വന്നിട്ടുണ്ട്, ഓൺലൈൻ ലിങ്ക് ഓപ്പൺ ആണ്, എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒട്ടും വേസ്റ്റ് ചെയ്യാതെ തന്നെ അപ്പോൾ തന്നെ കുറച്ച് പ്രോസസ്സുണ്ട്, അതെല്ലാം ചെയ്ത് തീർത്തു. അങ്ങനെ ഒക്ടോബർ 14 ആയപ്പോഴത്തേക്കും എനിക്ക് ഇൻ്റർവ്യൂവിന് വന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു, അറിയാമല്ലോ, സമയച്ചുരുക്കം, ഓറിയൻറ്റേഷൻ. പിന്നെ നവംബർ മുതൽ ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തു. അതെന്ന് വെച്ചാൽ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ്, അത് എനിക്ക് ക്യാമ്പസിലോട്ടും പോകാൻ വളരെ കൺവീനിയൻ്റ് ആയിട്ടായിരുന്നു. അവിടെയുള്ള ആൾക്കാരും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ വെരി നൈസ്. ആൻഡ് എസ്പെഷ്യലി ബ്രാഞ്ച് മാനേജർ മാർഗ്രറ്റ് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും എനിക്കത് സോൾവ് ചെയ്ത് തരും അവിടെ. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ കാനഡയിൽ വെച്ച് ഒരു വൈറൽ ഇൻഫെക്ഷൻ, ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വളരെ ബുദ്ധിമുട്ടി. എന്നുവെച്ചാൽ ക്ലാസ്സിലൊക്കെ പോകാനായിട്ട് ട്രാവൽ ചെയ്യാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ കുറച്ച് ടാബ്ലറ്റ്സൊക്കെ കഴിച്ചെങ്കിലും അതൊന്നും വർക്കായില്ല. അതുപോലെ തന്നെ ഞാൻ പുറത്തൊരു ക്ലിനിക്കിൽ പോയിട്ട് മരുന്ന് കഴിച്ചെങ്കിലും അതൊന്നും വർക്കായില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു ദിവസം. അങ്ങനെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ, പനി എല്ലാം മാറി. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരു പനി ഉണ്ടായി. ഇവിടെ ആ ഒരു ഇൻഫെക്ഷൻ കാരണം എനിക്കൊരു ചെറിയൊരു മുഴ ഇവിടെ ആയിട്ട് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു ആ സമയത്ത് ഞാൻ ഇതുപോലെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. അങ്ങനെ അത് പൂർണ്ണമായും ഇല്ലാതായി. അങ്ങനെ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം ഇവിടെ പറയാൻ, അത് ഞാൻ ഫസ്റ്റ് ഷെഡി പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പ്രൊഫഷൻസി ടെസ്റ്റായിരുന്നു ഇംഗ്ലീഷിൻ്റെ. അതായത് ഫസ്റ്റ് ഷെഡി പറഞ്ഞ പോലെ കുറേ ട്രൈ ചെയ്തും കിട്ടിയില്ല, ഇവിടെ വന്നിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇന്നലെ ഞാൻ പോയി പ്രൊഫഷൻസി ടെസ്റ്റ് PTEയുടെ ടെസ്റ്റ് എഴുതി. അതെന്ന് വെച്ചാൽ അധികം പ്രിപ്പയർ ഒന്നും ചെയ്തില്ല, അത് ഭയങ്കര കൂളായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറ്റേ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സൈറ്റിൽ പ്രാക്ടീസൊക്കെ ചെയ്യാൻ, പക്ഷേ അതിനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പം ജസ്റ്റ് ഒരു 5 ദിവസം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓൾ മോഡ്യൂൾസ് എല്ലാം നോക്കി പ്രാക്ടീസ് ചെയ്തു, മോക്ക് ടെക്സ്റ്റ് എടുത്തു. അപ്പം അത് ഇന്നലെ പോയി എഴുതി. വിത്തിൻ 3 hours എനിക്ക് സ്കോർ വന്നു, ഓവറോൾ 66. അപ്പം എനിക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള സ്കോറായി. അതും മാതാവിൻ്റെ ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു. ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പം അച്ഛനും അമ്മയ്ക്കും ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി പുതുക്കിയ ശേഷം അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് പറഞ്ഞു.
അവർക്കും രോഗസൗഖ്യം വന്നിട്ടുണ്ട്. പക്ഷെ അവർ ഇവിടെ വരാത്തതുകൊണ്ട് അവരുടെ കാര്യം ഇവിടെ ഇപ്പം പറയുന്നില്ല. അവർ വരുമ്പം ഞാൻ ഇൻ ഫ്യൂച്ചർ അതും വെളിപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ ഇവിടെ നമ്മുടെ ഹരിപ്പാട് ഗാന്ധി ഭവനുണ്ട്, സ്നേഹപ്പെടുന്ന പറഞ്ഞാൽ അവിടെ ഓൾഡ് ഏജിൽ പോയി അവരുടെ അമ്മമാരെയൊക്കെ കാണും. ഭയങ്കര സ്നേഹമാണ് അവരൊക്കെ. അപ്പം ഞാൻ അവർക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു കഴിഞ്ഞ ദിവസം പോയിട്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഇപ്പം ഇതെല്ലാം സാധ്യമായത് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ്. കാരുണ്യ പ്രവർത്തനമായാലും അവർക്ക് ഈ ഉടമ്പടി പത്രം കൊടുക്കുന്നതും എൻ്റെ അവർക്ക് മാത്രമല്ല എൻ്റെ റിലേറ്റീവ്സിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ കുറേ ഇംഗ്ലീഷ് പത്രം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് അവിടെയും കുറച്ച് കൂട്ടുകാരും കുറച്ച് റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഇത് കൊടുക്കും. എനിക്ക് ഇത്രയും എല്ലാം എൻ്റെ ജീവിതത്തിൽ ഇത്രയും എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ഒരു കഴിവുകൊണ്ടൊന്നും അല്ലാതെ എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് ഇപ്പോഴും. അതുകൊണ്ട് ഞാൻ ഇവിടെ കോൺഫിഡൻ്റായിട്ട് വന്ന് ഇത്രയും സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നത്. ഇതെല്ലാം തന്നതും എൻ്റെ അമ്മയും ഈശോയുമാണ്. ഇനി അടുത്ത ഒരു സാക്ഷ്യത്തിന് എന്തായാലും ഞാൻ വരും. അപ്പം കൂടുതൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കുറച്ചുകൂടെ നല്ല കാര്യങ്ങളും പറയാനായിട്ടും എനിക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒന്നുകൂടെ ജോസഫ് അച്ഛനും മാതാവിനും അതുപോലെ ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷിയോട് താങ്ക് യു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ഗോപു എന്ന ഈ മകൻ 3-ാമത്തെ സാക്ഷ്യമാണ് പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഇവിടെ ഏറ്റുപറഞ്ഞത്. തൻ്റെ ജീവിത പ്രതിസന്ധികളുടെ എല്ലാ സമയങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ മകന് ലഭിച്ച, ഈശോ അനുഗ്രഹിച്ച, ഈശോ സൗഖ്യം നൽകിയ, ഈശോ സാധ്യതകൾ നൽകിയ ഒരു വലിയ സാക്ഷ്യമാണിത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൻ്റെ ജീവിതഭാരം ലഘൂകരിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. തൻ്റെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോഴാണ് മേരി എന്ന ഒരു വ്യക്തിയുടെ കോൾ വേറൊരു സഹോദരന് വന്നപ്പോൾ ആ പേര് കേട്ടപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് ചിന്തിക്കുവാനും പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുക്കുവാനും സ്നേഹപൂർവ്വം തൻ്റെ ആവശ്യങ്ങൾ അമ്മയോട് ഏറ്റുപറയുവാനുള്ള ഒരു ധൈര്യം ഈ മകനുണ്ടായതെന്നാണ് ഈ 3-ാമത്തെ സാക്ഷ്യത്തിൽ ഏറ്റുപറയുന്നത്. വളരെ പെട്ടെന്ന് മക്ഡൊണാൾഡ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ച് മാനേജർ വിളിക്കുകയും ഒക്ടോബർ 7 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദിവസം തന്നെ മകന് കോൾ വന്ന് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൽ തന്നെ നല്ലൊരു ജോലി നൽകിയതിൻ്റെ സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ സൗഖ്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ത്രോട്ട് ഇൻഫെക്ഷനും തൈറോയിഡ് മുഴയെല്ലാം ഉണ്ടായപ്പോൾ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ മകന് വളരെ പെട്ടെന്ന് സൗഖ്യമുണ്ടായി. PTA പരീക്ഷ എഴുതി യാതൊരു പ്രിപ്പറേഷനും കൂടാതെ അല്ലെങ്കിൽ ഒരു മെറിറ്റും കൂടാതെ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് എഴുതിയതിൽ അദ്ദേഹത്തിന് 3 മണിക്കൂറിനുള്ളിൽ നല്ലൊരു സ്കോർ ലഭിച്ച് അതും അദ്ദേഹത്തിന് സാധ്യമായത് തൻ്റെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഈശോ എന്നെ ചേർത്ത് പിടിച്ചതിൻ്റെ ഒരു വലിയ അനുഭവമാണെന്നാണ് ഈ മകനേറ്റ് പറയുന്നത്. ഉടമ്പടി ആരൊക്കെയാണോ വിശ്വസ്തയോടുകൂടി ജീവിക്കുന്നത്, അബ്രാഹത്തോട് ദൈവം ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, നീ എൻ്റെ മുമ്പാകെ ആയിരിക്കുക, അവിടത്തോടു കൂടി സഞ്ചരിക്കുക. ഉടമ്പടി ചെയ്ത് ഇവിടെ സാക്ഷ്യം പറയാൻ വരുന്ന എല്ലാ മക്കളും ചെയ്യുന്ന ഒരൊറ്റ കാര്യം അതുമാത്രമാണ്. ഈശോ നമുക്ക് ഉടമ്പടി നൽകിയിരിക്കുന്നത് അവിടുത്തെ സ്നേഹിക്കുവാനാണ്. അതിലൂടെ ഈശോ നമുക്ക് നൽകുന്നത് ഭൗതിക നിയോഗങ്ങൾ സാധിച്ചു കിട്ടുക എന്നത് മാത്രമല്ല, ഈശോയുടെ ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള വലിയൊരു അംഗീകാരത്തിൻ്റെ പ്രമാണപത്രം കൂടിയാണ് നമുക്ക് ഈശോ നൽകുന്നത്. ഈശോയുടെ എല്ലാ സ്നേഹത്തിനും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഗോപുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം
ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് സങ്കടപ്പെടുന്നവരെ, ആശുപത്രികളിൽ കഴിയുന്നവരായിരിക്കുന്നവരെ, സ്ട്രോക്ക് വന്നവരെ, അങ്ങനെയുള്ള പല അസ്വസ്ഥതകളിൽ കഴിയുന്നവരെ എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്ക്